ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെറിയൊരു ബ്രേക്കിന് ശേഷം നമ്മൾ വീഡിയോസായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യമേ പറയാനുള്ളത് ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. അതുപോലെ ഒരുപാട് കൂട്ടുകാർ ഇപ്പം നമ്മുടെ ചാനലിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാർട്ടി വെൽക്കം. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല ഉഷാറായിട്ട് വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ തൊട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ രാവിലെ ഒരു 5:30 ആകുമ്പോഴാണ് ഏകദേശം എഴുന്നേൽക്കുന്നത്. അതിനുശേഷം നമ്മളുടെ ഒരു എക്സസൈസ് റുട്ടീൻ ഉണ്ട്, അതായത് ഒരു 30 മിനിറ്റെങ്കിലും നടക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ശേഷമാണ് കിച്ചണിലോട്ട് കയറുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഡ്ഡലിയും ചമ്മന്തിയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മോൾക്ക് 10th ആയതുകൊണ്ട് ക്ലാസ് ഉണ്ട്. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയിട്ടൊന്നും കാര്യമില്ല, ക്ലാസ് ഉണ്ട്. അപ്പോൾ അവൾക്കുള്ള ലഞ്ചും സ്നാക്കും അതും ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതൊക്കെയാണ് മെയിൻലി രാവിലെ വരുന്ന കുക്കിംഗ് ജോലികൾ. അപ്പോൾ അന്നത്തെ ദിവസം കുറച്ച് നെയ്ച്ചോറ് ഇരിപ്പുണ്ടായിരുന്നു, നെയ്ച്ചോറോ വൈറ്റ് റൈസോ അങ്ങനെ എന്തോ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതും പിന്നെ കുറച്ച് ചെമ്മീൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഫ്രൈ ചെയ്താൽ ആ ഒരു കോമ്പിനേഷൻ നല്ല ഇഷ്ടമാണ് മോൾക്ക്. അപ്പം ഞാൻ വിചാരിച്ചു അതങ്ങ് എളുപ്പത്തിൽ ചെയ്യാമല്ലോ. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അങ്ങ് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ കുട്ടികൾക്ക് പൊതുവേ ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ചെമ്മീൻ. പിന്നെ അലർജി എന്തെങ്കിലും വരുമോ എന്നുള്ളത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ അതാണ് കേട്ടോ ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൈമ അരി ഇരിപ്പുണ്ടായിരുന്നു, കൈമയോ ജീരകശാലയോ ഏതോ ഒരെണ്ണം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കുക്കറിൽ തന്നെയാണ് ചോറ് റെഡിയാക്കി എടുത്തത്. ജസ്റ്റ് പെട്ടെന്നൊന്ന് എടുക്കുക തന്നെയായിരിക്കും നല്ലത്. ചെറിയൊരു കുക്കറായതുകൊണ്ട് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഒറ്റ വിസിൽ കേൾക്കുക, പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്താൽ ഏകദേശം കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ, ഇരട്ടി വെള്ളം വെച്ചിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചെമ്മീൻ സെപ്പറേറ്റ് ആയിട്ടും കൊടുത്തു വിടാറുണ്ട്. ഇതിപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഫ്രൈ ചെയ്ത മസാല എല്ലാം കൂടിയിട്ട് ചോറിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചോറിന് ആ ഒരു ഫ്ലേവർ കിട്ടുമല്ലോ. നമ്മൾ വേറെ സംഭവങ്ങൾ പുലാവ് പോലെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ചോറ് വേറെ കറിയുമില്ല. അപ്പോൾ പിന്നെ എന്തായാലും ആ ഒരു മസാലയും കൂടി മിക്സ് ചെയ്താൽ ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനിങ്ങനെയൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ അതൊരു ഫസ്റ്റ് ടൈം ആയിരുന്നു, പക്ഷേ മോൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ലോണം ചോറ് കഴിക്കുകയും ചെയ്തു കേട്ടോ. ഇതിപ്പോൾ ഈ വർഷം വാങ്ങിയൊരു ലഞ്ച് ബോക്സ് ആണ്, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ലഞ്ച് ബോക്സ് ആണ്. അതിൻ്റെ ചെറിയൊരു ടിന്നാണെങ്കിലും നല്ല കൺവീനിയൻ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ ഈ അടുത്ത് വാങ്ങിയ ലഞ്ച് ബാഗ് ആണെങ്കിലും ഈസി ആയിട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ ഞാൻ പൊതുവേ ലഞ്ച് ബാഗ് കൊടുത്തു വിടാറുണ്ട്, കാര്യം അത്രയും ബാഗിൻ്റെ കനം കുറയുമല്ലോ. ലഞ്ചും കൂടി വെച്ച് വരുമ്പോഴത്തേനും നല്ല വെയിറ്റ് ആയിരിക്കും ബാഗിന്. അപ്പോൾ കഴിയണതും നമ്മൾ ഒരു ലഞ്ച് ബാഗ് കൊടുത്തു വിടാൻ പറ്റുവാണെങ്കിൽ, സ്നാക്കും കൂടി അതിനകത്ത് കൊള്ളുന്ന രീതിയിൽ കൊടുത്തു വിടുവാണെങ്കിൽ നമ്മുടെ സ്കൂൾ ബാഗിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചില കുട്ടികൾക്കൊന്നും അത് ഇഷ്ടമുണ്ടാവില്ല ഇങ്ങനെ കയ്യിൽ പിടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എന്നാലും നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമായിരിക്കും നല്ലത്. അപ്പോൾ സൈഡായിട്ട് ഞാനൊരു കുക്കുംബറിൻ്റെ കുറച്ച് പീസസും കൂടി അരിഞ്ഞു വെച്ചു. അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു മീലാണല്ലോ. അങ്ങനെ കുക്കുംബർ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതാ നമ്മുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്നാക്കായിട്ട് ഞാനൊരു ആപ്പിൾ കട്ട് ചെയ്താണ് കേട്ടോ കൊടുക്കുന്നത്. യൂഷ്വലി ഇങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കാണെങ്കിലും എളുപ്പമുണ്ട്, പിന്നെ ഹെൽത്തിയുമാണല്ലോ. അപ്പോൾ മോൾക്കാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ മോൻ ഫ്രൂട്ട്സ് ഒന്നും തന്നെ കഴിക്കില്ല. അപ്പോൾ അവൻ്റെ സ്നാക്ക് ബോക്സിൻ്റെ സമയത്ത് ഞാൻ എന്തായാലും പാടുമിടും. അപ്പോൾ എന്തായാലും ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഈ ഒരു 2 പാക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു പണി തീർന്നു. പിന്നെന്താ ഞാൻ എന്താ ഇതുപോലെ വെജിറ്റബിൾസൊക്കെ ഫ്രൂട്ട്സോ പീൽ ചെയ്യുവാണെങ്കിൽ കഴിയണതും ചെറിയൊരു ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ. അപ്പം എനിക്കത് എളുപ്പത്തിൽ അതങ്ങ് ഡിസ്കാർഡ് ചെയ്യാമല്ലോ. എപ്പോഴും എനിക്കതൊരു യൂസ്ഫുൾ മെത്തേഡായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ബാക്കി വരുന്ന വെജിറ്റബിൾസ് എല്ലാം തന്നെ നമ്മൾ ഒരു ബോക്സിനകത്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ആ ബോക്സ് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതിയല്ലോ. ഇതെനിക്ക് നമ്മുടെ വർക്കിംഗ് മോംസ് ഡേയ്സിലെ ബിന്ദുവിൻ്റെ വ്ളോഗ് കണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ യൂഷ്വലി ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ എടുത്തു വെക്കുന്നൊരു സ്വഭാവമുണ്ട്. പക്ഷേ അതിന് ഇപ്പം ബിന്ദുവിൻ്റെ ആ വ്ളോഗ് കണ്ടതിന് ശേഷം ഞാനങ്ങനെ ഒറ്റ ബോക്സിൽ തന്നെ ബാക്കി വരുന്ന വെജിറ്റബിളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വയ്ക്കും. പിന്നെ നമുക്കൊരു ആവശ്യം വന്നാൽ ആ ബോക്സ് ആദ്യം നോക്കിയിട്ട് അതിനകത്തുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തതിന് ശേഷം എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതൊരു നല്ലൊരു ടിപ്പാണ്. വളരെ ബേസിക്കായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന, എന്നാൽ ചിലരെങ്കിലും വിട്ടുപോകാൻ ചാൻസ് ഉള്ളൊരു ടിപ്പാണ്. എന്തായാലും ഞാൻ ഇത് കാണിച്ച സ്ഥിതിക്കൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന്
നമ്മുടെ കാസറോളിലാക്കുക. ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ ഇഡ്ഡലി. അപ്പോൾ ഇഡ്ഡലിക്ക് സൈഡായിട്ട് തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ മെയിൻലി ദോശ ഇഡ്ഡലി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുക. അതായത് തേങ്ങയും ഉള്ളിയും പച്ചമുളകും കൂടി, ഇഞ്ചി പോലും ഞാൻ ചിലപ്പം ഇടാറില്ല. എന്നിട്ട് ജസ്റ്റ് അടിച്ചെടുത്തിട്ട് താളിച്ചെടുക്കുന്ന ഈസി ആയിട്ടുള്ള ചമ്മന്തി. പിന്നെ ഇതാണ് കേട്ടോ മോളുടെ ലഞ്ച് ബാഗ്. അതിൽ കറക്റ്റായിട്ട് നമ്മുടെ ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സും ഒക്കെ കറക്റ്റായിട്ട് കയറുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ചമ്മന്തി താളിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ ഈ തേങ്ങാ ചമ്മന്തി. ചില സമയത്ത് ഞാൻ ഇഞ്ചി പോലും ചേർക്കാറില്ല. പക്ഷേ പച്ചമുളക് നല്ല കറക്റ്റായിട്ട് എരിവുണ്ടെങ്കിലാണ് കേട്ടോ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാൻ അതുപോലെ മല്ലിയിലയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോഴും ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ ദാ ചട്നിയൊക്കെ താളിച്ചെടുത്ത് ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ഡ്രസ്സ് അലക്കാനിടുകയാണ്. എല്ലാ ദിവസവും രാവിലെ ഒരു ലോഡ് ലോണ്ട്രി ചെയ്യുന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. മാക്സിമം എന്തായാലും ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് ബെഡ്ഷീറ്റ്സ് ആണ് അലക്കാനുള്ളത്. അപ്പോൾ അത് അലക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ കുറച്ചധികം നാളായ വാഷിംഗ് മെഷീനാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ്സിലും എല്ലാം ഒരു സ്റ്റെയിൻ പോലെ വന്നിട്ടുണ്ടല്ലോ. അത് ഇതിന് മുന്നേ താമസിച്ച സ്ഥലത്ത് നമ്മൾ ബാൽക്കണിയിലാണ് വെച്ചിരുന്നത്. അപ്പോൾ നല്ല വെയിലടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇത് വന്നത്. പക്ഷേ ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് വരാത്തൊരു വാഷിംഗ് മെഷീനാണ് കേട്ടോ. പാനസോണിക്കിൻ്റെ വാഷിംഗ് മെഷീനാണ്. ഇങ്ങനെ സ്റ്റെയിനൊക്കെ വന്നപ്പോഴത്തേനും എനിക്കൊരു ഇഷ്ടക്കുറവ് തോന്നിയെങ്കിലും കൂടിയിട്ട് വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല. എന്നാലും ഇതിപ്പോൾ ഒരു റീപ്ലേസ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഇച്ചിരി കൂടി നാൾ കഴിഞ്ഞാൽ എന്തായാലും ഇത് മാറ്റണം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ മോള് സ്കൂളിൽ പോയി. അതുപോലെ മോനെ ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള പോലെ അബാക്കസിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയാക്കി. അപ്പം ആഴ്ചയിലൊരു 2 ദിവസത്തെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിനും കൂടി ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ബാക്കി ജോലികളിലേക്കൊക്കെ കടക്കാമല്ലോ. പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായി. വീടൊക്കെ ഒന്ന് ഒതുക്കിയിട്ടു, ബെഡ്ഷീറ്റ്സൊക്കെ ഒന്ന് വിരിച്ചിട്ടു. അപ്പോൾ തന്നെ നമ്മുടെ വീടൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീനായ പോലെ ഉണ്ടാവും അല്ലേ. ആ ഒരു ടൈം ആയപ്പോഴത്തേനും നല്ലപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം പിന്നെ നമുക്ക് പുറത്ത് കിടന്ന തുണികൾ ഈ അലക്കി ഉണങ്ങി കിട്ടാനാണല്ലോ പ്രത്യേകിച്ച് ഫ്ലാറ്റിൽ ഒക്കെയുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്കിങ്ങനെ തുണിയുടെ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് അതെടുത്തിട്ട് അകത്തേക്ക് എടുത്ത് വെച്ച് ഫുള്ളിൽ ഫാൻ ഇടുമ്പോൾ മാത്രമാണ് ഒന്ന് ഉണങ്ങി കിട്ടുക. എന്നാലും നമുക്കൊരു സംതൃപ്തിയൊന്നും ഉണ്ടാവില്ല, നല്ലൊരു ഉണങ്ങിയ ഫീലൊന്നും ഉണ്ടാവില്ല. പക്ഷെ വേറെ ഒരു നിവൃത്തിയില്ല നമ്മൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക്. നമ്മുടെ വീടുകളിലെ പോലെ ലോങ് ആയിട്ടുള്ള അഴകളോ അങ്ങനെയൊന്നും നമുക്ക് കെട്ടിയാൽ ശരിയാവില്ല. അപ്പോൾ എന്തായാലും എല്ലാ സ്റ്റാൻഡും എല്ലാം ഞാൻ അകത്തോട്ട് എടുത്തിട്ടിട്ട് പിന്നെ ബെഡ്ഷീറ്റൊക്കെ അലക്കിയാൽ തന്നെ നമുക്ക് നിവൃത്തിയിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും അത് കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ തുണിയൊക്കെ അകത്ത് തന്നെ ഇട്ടിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്തായാലും കുറച്ച് നേരം മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്നു. പ്രത്യേകിച്ച് നല്ല മഴ പെയ്യുമ്പോൾ ചെടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബാൽക്കണി നല്ല പോലെ അഴുക്കാവും. പ്രത്യേകിച്ച് നമ്മൾ ഈ ചെടികളൊക്കെ വെക്കുകയാണെങ്കിൽ മണ്ണ് ഒക്കെ തെറിച്ചിട്ട് എന്തായാലും ബാൽക്കണിയിൽ ചെടികൾ വെച്ചാലും ഇല്ലെങ്കിലും നല്ല അഴുക്കുണ്ടാവും. അപ്പോൾ മഴ പെയ്താൽ പിന്നെ ശരിക്കും നമ്മൾ വെള്ളം ഒഴിച്ച് തന്നെ ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളുടെ സിങ്കിൻ്റെ അടുത്തുള്ള ഒരു വേസ്റ്റ് ബിൻ ഇല്ലേ, അതിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും വേസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളാൻ വെക്കും. ഇന്നിപ്പോൾ വെയിലൊക്കെ പോയി മഴയൊക്കെ കൊണ്ടു. അപ്പോൾ എന്തായാലും അതെടുത്ത് ഞാൻ സിങ്കിൻ്റെ അടുത്തേക്ക് തന്നെ വെക്കുകയാണ് കേട്ടോ. ഒരു 11 മണിയാകുമ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു പഴം പുഴുങ്ങിയത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയതായിട്ട് ഡയറ്റൊക്കെ ചെയ്യുമ്പോഴത്തേനും കറക്റ്റായിട്ട് അങ്ങനെ ഒരു സ്നാക്കൊക്കെ പ്രോപ്പറായിട്ട് കഴിക്കുക, ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഞാൻ ഡയറ്റ് ഫോളോ ചെയ്തിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ ചെയ്തിരുന്നത്. അപ്പോൾ അതിന് ശേഷം കുറച്ച് ക്ലീനിങ് ചെയ്യാനുണ്ടായിരുന്നു. ഞാനൊരു വീക്ക്ലി ക്ലീനിങ് പ്ലാനൊക്കെ റെഡിയാക്കിയിരുന്നു. അപ്പോൾ അതിലൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ ഡസ്റ്റിങ്. എളുപ്പത്തിൽ ഇവിടെ പൊടി പിടിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പം ആ സ്റ്റഡി ടേബിളിൽ ഒരു നല്ലപോലെ പൊടി കണ്ടു. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ പറ്റാവുന്ന അത്രയും ഡസ്റ്റിങ് ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്.
അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ സൈഡിലുള്ള ഡ്രസ്സിങ് ടേബിളിൽ പൊടിയുണ്ടായിരുന്നു. പിന്നെ ഞാനിതുപോലെ നേരത്തെ ഒരു ക്ലീനിങ് വീഡിയോയിൽ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞ് തുണികൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഡീപ്പായിട്ടുള്ള അഴുക്കുള്ള സ്ഥലങ്ങളിൽ ആ തുണി യൂസ് ചെയ്ത് ജസ്റ്റ് ആ സ്റ്റെയിനൊക്കെ തുടച്ചതിന് ശേഷം ആ തുണി അങ്ങ് കളയാണ് കേട്ടോ ചെയ്യുക. അപ്പം വീക്ക്ലി ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടാസ്ക്കൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്കലേക്ക് കുക്കിങ് കുറച്ച് സംഭവങ്ങളൊക്കെ ഇരിപ്പുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്നൊരു സെൽഫ് കെയർ ചെയ്യാമെന്ന്. കുറേ നാളായി മുടിയാണെങ്കിലും ഫേസ് ആണെങ്കിലും ഒന്നും കാര്യമായി ശ്രദ്ധിക്കാറില്ല. അപ്പം ചെയ്യണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നീട്ടി വെക്കും. അപ്പം എന്തായാലും കുറച്ച് ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്യാമല്ലോ. നന്നായിട്ടല്ല, പെട്ടെന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് തന്നെയാണ് കേട്ടോ ഏറ്റവും റെഗുലറായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഞാൻ ഇന്ന് കോഫി മാസ്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വലിയ സംഭവങ്ങളൊന്നുമില്ല. കോഫി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തൈരും, പിന്നെ ഞാൻ ടീ ട്രീ ഓയിൽ എന്ന് പറഞ്ഞൊരു എസെൻഷ്യൽ ഓയിലുണ്ട്. അത് നിങ്ങൾ ഷാമ്പൂവിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് മുടിക്കാണെങ്കിലും ഫേസിനാണെങ്കിലും ഒക്കെ നല്ലതായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ് ഉള്ളൊരു ഓയിലാണ് ഈ ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത്. മെയിൻലി ഷാമ്പൂലൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഫേസിനാണെങ്കിലും നല്ലതാണ്. നമ്മളുടെ ഈ മുഖക്കുരു ഉണ്ടെങ്കിലും പിന്നെ അതുപോലെ ഏജിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ ഫേസിന്, അതിനൊക്കെ നല്ലൊരു സംഭവമാണ് ഈ ടീ ട്രീ ഓയിൽ. പക്ഷേ നമ്മൾ എന്ത് ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോഴും ജസ്റ്റ് 1-2-3 ഡ്രോപ്പൊക്കെ ഇട്ടാൽ മതി. അതുപോലെ ഈ സംഭവം തന്നെ നമ്മൾ ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പം ഡ്രോപ്സ് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. കുറച്ചൊരു റേറ്റ് കൂടുതലായിരിക്കും, പക്ഷെ നമുക്ക് ഒരു ഡ്രോപ്സൊക്കെ വേണ്ടൂ. അപ്പോൾ എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങി വെക്കുവാണെങ്കിൽ ഇങ്ങനെ DIY ചെയ്യുമ്പോഴൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ അത്. പിന്നെ കോഫി മാസ്കിനെ പറ്റിയാണെങ്കിൽ നമുക്ക് പിന്നെ പറയേ വേണ്ട. സ്കിന്നിന് ഏറ്റവും ബ്രൈറ്റനിങ് ആയിട്ട് തരുന്നൊരു മാസ്കാണ് കോഫി മാസ്ക്. ഞാൻ മോസ്റ്റ്ലി ഇത് തന്നെയാണ് കേട്ടോ ചെയ്യുക. നമുക്കാണെങ്കിൽ വലിയൊരു മെസ്സും ഇല്ല, പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം. എന്നാൽ സ്കിന്നിന് നല്ലൊരു ടാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി ഫേസ് നല്ല സ്മൂത്തും ക്ലിയറും ഒക്കെ ആവാൻ വേണ്ടിയിട്ട്, നല്ലൊരു ബ്രൈറ്റനിങ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ തൈരും നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ നമുക്കതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്ത് നോക്കും നമ്മുടെ ഫേസിനനുസരിച്ച്. അപ്പോൾ എന്തായാലും ഈ ഒരു മാസ്ക് എനിക്ക് ശരിക്കും 2 ദിവസത്തിനുണ്ടാവും. ഞാൻ ചിലപ്പം ഉടനെ അടുത്ത ദിവസം ചെയ്യില്ല, ഫ്രിഡ്ജിലെടുത്ത് വെക്കുവാണെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് ഡേ ആയിട്ട് നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇടയ്ക്കെങ്കിലും നമ്മളിങ്ങനെ നമ്മളെ തന്നെ ഒന്ന് പാമ്പർ ചെയ്ത് വിടുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ സ്കിന്നിനും നല്ലതാണ്, അതുപോലെ നമ്മുടെ മൈൻഡിനും നല്ലതാണ്. നമുക്ക് വേണ്ടി ഒരു ചെറിയ രീതിയിലൊരു സെൽഫ് കെയർ ഒക്കെ ചെയ്യുമ്പോഴത്തേനും കുറച്ച് നമുക്കൊരു ഗുഡ് ഫീലിംഗ് ഒക്കെ കിട്ടും. അപ്പോൾ സമയമുള്ള ദിവസമൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. ലഞ്ചിന് ചില സമയത്ത് ഇതുപോലെ തട്ടിക്കൂട്ട് ലഞ്ചായിരിക്കും. ഇതിപ്പോൾ ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. മിക്ക ദിവസവും ഇവിടെ ലഞ്ചിന് ഓംലെറ്റ് ഉണ്ടാക്കും. പിന്നെ കുറച്ചുകൂടി ചെമ്മീൻ മാരിനേറ്റഡ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കണം. പിന്നെ സാമ്പാറും ഇരിപ്പുണ്ട്. അങ്ങനെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാണ്. ചോറും ആക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ ലഞ്ചിൻ്റെ കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ അതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷം. പിന്നെ അന്നത്തെ ഒരു വലിയൊരു വിശേഷം എന്ന് വെച്ചാൽ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് പോയി. അതായത് നമ്മൾ 3 മണിക്ക് പ്ലാൻ ചെയ്തിട്ട് 4-4:30 ആയപ്പോൾ ഇറങ്ങുമായിരുന്നു. അത്രയും പെട്ടെന്ന് പ്ലാൻ ചെയ്തങ്ങ് ഒരു ട്രിപ്പ് പോകുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തൊക്കെയോ കുട്ടി വിഷ്വൽസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു വിഷ്വൽസ് അതിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെറിയൊരു വീഡിയോ പോലെ, ചെറിയൊരു ഷോർട്ട് വീഡിയോ പോലെയോ അല്ലെങ്കിൽ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ നോക്കാം. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കമൻറ്റ്സ് എന്തായാലും നോക്കും. എന്നിട്ട് കുറച്ചധികം പേർക്ക് ഇഷ്ടമുണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, പറ്റുവാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം എന്തായാലും. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കി വെക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.